ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് ഗോ പൊളി. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഹീറോ അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ഒരു സേഫ്റ്റി ബോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചിരിക്കുകയാണ്. പക്ഷെ അവനാണെങ്കിൽ ആ ഒരു ടെക്നിക്ക് അത് പഠിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ ചുന്ദരി പെണ്ണ് ഫുക്കാഗുവിന്റെ വീട് അത് ഒരു വഴിക്കാക്കിയിരിക്കുകയാണ്. അവളാണെങ്കിൽ ഹീറോയോട് ദേഷ്യപ്പെട്ട് പറയും, യു ആർ അൺബിലീവബിൾ. നീ ഇങ്ങനെ ഒരുത്തനായിരുന്നോ? നിങ്ങൾ എല്ലാവരും ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ആക്കി ഇവിടുന്ന് പോകുമ്പോഴേക്കും എൻ്റെ വീട് അത് പൊളിഞ്ഞ് താഴെ വീഴും. സോ മര്യാദയ്ക്ക് ഇതിൻ്റെ കോമ്പൻസേഷൻ അത് തന്നിട്ട് പോയാൽ മതി. ഹീറോയ്ക്കാണെങ്കിൽ അവളോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവനെ കൊണ്ട് പറ്റും പോലെ അവനും അവൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ചേർന്ന് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ കറക്റ്റ് സമയം ഈ ഒരു ഒച്ചയുടെയും ബഹളത്തിൻ്റെ ഒക്കെ ഇടയിലൂടെ നമ്മുടെ പൂച്ച അതങ്ങനെ കടന്നു വരും. ഫുക്കാഗുടെ ശബ്ദം അത് കേൾക്കുമ്പോൾ തന്നെ പൂച്ചയ്ക്ക് മനസ്സിലാവും നമ്മുടെ ആൾക്കാർ എന്തൊക്കെയോ വികൃതികൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. മാത്രമല്ല നമ്മുടെ ഹീറോ അവൻ കറക്റ്റായി ആ ഒരു സേഫ്റ്റി ബോൾ ടെക്നിക്ക് അത് ചെയ്യാനായിട്ട് തുടങ്ങിയെന്നും പൂച്ചയ്ക്ക് പിടികിട്ടുകയാണ്. പൂച്ചയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ ഇപ്പോൾ അവരുടെ മുൻപിലേക്ക് വരും. അടുത്ത നിമിഷം എന്തോ ഒരു പെയിൻ അത് ആ പൂച്ചയുടെ ബോഡിയിൽ അങ്ങനെ ഹിറ്റ് ചെയ്യാണ്. അത് വേദനയിൽ അങ്ങനെ നിലവിളിക്കാൻ തുടങ്ങും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അതിന്റെ നിലവിളി കേട്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് അതിനെ തന്നെ നോക്കുകയാണ്. കാരണം അത് ഇത്തരത്തിൽ ഇതുവരെ നിലവിളിച്ചിട്ടില്ല. നിനക്ക് എന്തു പറ്റിയെന്നൊക്കെ ചോദിച്ച് നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ക്യാറ്റിന്റെ അടുത്തേക്ക് ഓടി അടുക്കും. പക്ഷെ അല്പസമയം കഴിഞ്ഞ് പൂച്ചയാണെങ്കിൽ ഒന്നും സംഭവിക്കാത്തതുപോലെ അവിടുന്ന് കടന്നു പോവാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ഹീറോ ഇച്ചിഗോ അവനാണെങ്കിൽ അല്പസമയം റെസ്റ്റ് ഒക്കെ ചെയ്ത് കണ്ണു തുറന്ന് നോക്കുകയാണ്. അപ്പോൾ അവൻ്റെ തൊട്ടു മുൻപിൽ ദൂരത്തായി ആ ചുന്ദരി പെണ്ണിന്റെ ബ്രദർ കാച്ചോ അവനാണെങ്കിൽ ഒരു ബുക്കൊക്കെ തുറന്നു വെച്ച് കാര്യമായിട്ട് വായിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ പതിയെ എഴുന്നേറ്റ് പുറത്തേക്ക് വരും. അപ്പോൾ ആ പൂച്ചയാണെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതായിട്ട് അവന് തോന്നും. അതിൻ്റെ വാലൊക്കെ അടിച്ചതുപോലെ അങ്ങനെ സ്പ്രിങ് പോലെ നിൽക്കുകയാണ്. ഹീറോ അത് കണ്ട് ഞെട്ടി ആ കണ്ണാടി പയ്യനോട് ചോദിക്കും, സത്യം പറയും, നീയല്ലേ ആ പൂച്ച ഈ അവസ്ഥയിലാക്കിയത്? നീ എന്താ അതിന് ചെയ്തേ? അതിനവൻ പറയും, അയ്യോ ഇല്ല ഇല്ല, ഞാനതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അത് കുറെ മുൻപ് മുതലേ ഇങ്ങനെ തന്നെയാണെന്ന് പറയും. ആ സമയം ആ ചുന്ദരി പെണ്ണിന്റെ ബ്രദർ ഗാച്ചു അവനിപ്പോ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഞങ്ങളുടെ ബ്രദറിനെ കൊന്നത് ഒരു സോൾ റീപ്പറാണ്. സോ അവർക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. നിങ്ങൾക്കൊരു കാര്യം അറിയോ? എൻ്റെ ചേട്ടന് ഏറ്റവും വലിയ ആഗ്രഹം ഒരു സോൾ റീപ്പറായി തീരുക എന്നതായിരുന്നു. അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പരിമിതികൾ അതിൽ നിന്നെല്ലാം മുൻപോട്ടേക്ക് വന്ന് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്താണ് അദ്ദേഹം ഒരു സോൾ റീപ്പറായി മാറിയത്. പക്ഷേ ആള് ഒരുപാട് വിശ്വസിച്ചിരുന്ന ആളുടെ ഫ്രണ്ട്സ് തന്നെ ആളെ ചതിച്ചു. ഒരു സോൾ റീപ്പർ ആള് അദ്ദേഹത്തെ വെട്ടിക്കൊന്നു. പക്ഷെ എൻ്റെ ബ്രദർ ആണെങ്കിൽ അവസാന നിമിഷം പോലും ആ സോൾ റീപ്പറിനെ തള്ളി പറയാതെ അവനോട് ക്ഷമിച്ചു. എനിക്കിപ്പോഴും അറിയില്ല എൻ്റെ ബ്രദർ എന്തുകൊണ്ടാണ് ആ ഒരു സോൾ റീപ്പറിനോട് ക്ഷമിച്ചതെന്ന്. നിങ്ങളുടെ കൂടെ കൂടുമ്പോൾ എനിക്കൊരു വല്ലാത്ത സന്തോഷമുണ്ട്. റിച്ചിഗോ, നീ മറ്റു സോൾ റീപ്പേഴ്സിന്റെ പോലെയല്ല. നിന്റെ കൂടെ വരികയാണെങ്കിൽ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം കിട്ടുമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് അവനും നമ്മുടെ ആൾക്കാരോടൊപ്പം പോവാൻ തയ്യാറാവും. ഉടനെ പൂച്ചയാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് ചോദിക്കും, നിങ്ങൾ എല്ലാവരും പോവാൻ തയ്യാറാണോ? ആ സേഫ്റ്റി ബോള് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? അത് കേൾക്കേണ്ട താമസം നമ്മുടെ ഒറീബ അവൾ സിമ്പിളായിട്ട് ആ ബോൾ ക്രിയേറ്റ് ചെയ്യാണ്. അതുകൊണ്ട് ഹീറോയുടെ കൺട്രോൾ പോയി അവൻ താഴേക്ക് വീഴും. അതിനുശേഷം നമ്മുടെ ആൾക്കാരെല്ലാവരും ആ ചിമ്മിനി പോലുള്ള സാധനത്തിലേക്ക് കയറി നിൽക്കുകയാണ്. പൂച്ചയാണെങ്കിൽ അവർക്കെല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് കൊടുക്കും. നമ്മുടെ ലക്ഷ്യം റുക്കിയ മാത്രമാണ്. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഫൈറ്റ് ചെയ്യാനോ പാടില്ല. ഏതെങ്കിലും സീനിയർ ആയിട്ടുള്ള സോൾ റീപ്പർ ക്യാപ്റ്റൻസിനെ കണ്ട ആ നിമിഷം അവരുടെ മുൻപിൽ നിന്ന് രക്ഷപ്പെട്ടു മാറണം. അടുത്ത നിമിഷം ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ആൾക്കാർ ആ കുഴലിലൂടെ ഫ്ലൈ ചെയ്ത് പോവാണ്. അവരെല്ലാവരും കൈ കോർത്ത് പിടിച്ച് അവരുടെ എല്ലാവരുടെയും സ്പിരിച്വൽ എനർജി അതൊന്നിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇച്ചിഗോയ്ക്കാണെങ്കിൽ അതിൻ്റെ സ്പിരിച്വൽ എനർജി അത് കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷെ ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ സ്പിരിച്വൽ എനർജി അത് കൺട്രോൾ ചെയ്തേ പറ്റൂ. അങ്ങനെയെങ്കിൽ മാത്രമേ അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് സേഫായിട്ട് ആ സോൾ സൊസൈറ്റിയിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട് കഴിയൂ. സോ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അവൻ്റെ സ്പിരിച്വൽ എനർജിയെ കൺട്രോൾ ചെയ്യുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ഇപ്പോഴും ആ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. മീറ്റിംഗിന്റെ അവസാനം അവരുടെ ക്യാപ്റ്റൻ ആ മൊട്ട ആള് പറയും, അവർ വീണ്ടും നമ്മുടെ സോൾ സൊസൈറ്റിയിലേക്ക് കടന്നു കയറാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരു കാരണവശാലും അവരിവിടേക്ക് വരാനായിട്ട് പാടില്ല. അവരെ കൊന്നു കളയണം. അവരെ തകർക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ പണിഷ്മെന്റ് അത് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആയിരിക്കും എന്ന് പറയും. അത് കേൾക്കേണ്ട താമസം കിംബച്ചി എന്ന് പേരുള്ള ഒരു സോൾ റീപ്പർ ആളാണെങ്കിൽ ഉഷാറായിട്ട് പുറത്തേക്ക് ഓടുകയാണ്. അതിന്റെ തൊട്ടു പിന്നാലെ ഒരു കുഞ്ഞു സോൾ റീപ്പർ, ഒരു പിങ്കി പെണ്ണ്, അവളും
ആളുടെ തോളിൽ കയറി നമ്മുടെ ആൾക്കാർ റെസിസ്റ്റ് ചെയ്യാനും തകർക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ സ്പീഡിൽ പാഞ്ഞോടും. ഈ കുഞ്ഞിപ്പെണ്ണിന്റെ പേര് മോമോ എന്നാണ്. അവരാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ തകർക്കാൻ മുൻപോട്ടേക്ക് ഓടും. അതേസമയം ആ മൊട്ട ക്യാപ്റ്റൻ ആണെങ്കിൽ ആ ഒരു മീറ്റിംഗ് പിരിച്ചു വിടുകയാണ്. ഇവിടെ 3rd യൂണിറ്റ് ക്യാപ്റ്റനോട് വേറൊരുത്തൻ പറയും, ഈ അലാമ്പൽ അതിപ്പോ അടിച്ചതുകൊണ്ടാണ് നീ പണിഷ്മെന്റിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് അത് കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ നടന്നു നീങ്ങും. ആ 3rd ഡിവിഷൻ ക്യാപ്റ്റൻ ആണെങ്കിൽ പ്രത്യേകിച്ച് കുലുക്കൊന്നുമില്ല. അവൻ ചിരിച്ച് അങ്ങനെ കടന്നു പോവും. ദൂരത്തായിട്ട് 10th ഡിവിഷൻ കമാൻഡർ ആണെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കും. അവിടെ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെന്ന് ആൾക്ക് മനസ്സിലാവും. അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാർ അവരെല്ലാവരും വലിയൊരു ബാരിയറിനുള്ളിലൂടെ ആ സോൾ സൊസൈറ്റി ലക്ഷ്യമാക്കി അങ്ങനെ വമ്പ ഫോഴ്സിൽ പറന്നു വരികയാണ്. അവിടെ ഉണ്ടായിരുന്ന സോൾ റിപ്പേഴ്സ് ആ കാഴ്ച കണ്ട് ഞെട്ടും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ സോൾ സൊസൈറ്റിയുടെ പ്രൊട്ടക്റ്റീവ് കാനോൺ ജയന്റ് ബോളിൽ നല്ല രീതിയിൽ ഹിറ്റ് ചെയ്യും. പക്ഷെ എന്താ, നമ്മുടെ ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്തിരുന്ന ആ കനോൻ ബോള് അങ്ങനെ പൊട്ടിത്തെറിച്ച് നമ്മുടെ ആൾക്കാർ സ്കൈയിൽ ഡൈവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. പോച്ച സാറാണെങ്കിൽ വിളിച്ചു പറയും, ഗായ്സ് എത്രയും വേഗം നമ്മൾ ഒരുമിച്ച് നിൽക്കണം. കനോൻ ബോളാണ് നമ്മളെ താഴെ പോവാതെ ഇപ്പോൾ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. നമ്മളെല്ലാവരും കൂടി നിന്നെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാനാവൂ. അല്ലെങ്കിൽ അടുത്ത നിമിഷം തന്നെ വലിയൊരു ചുഴി ക്രിയേറ്റ് ആയി നമ്മളെല്ലാവരും അതിൽപ്പെട്ട് മരണമടയും. പോച്ച അത് പറയുമ്പോൾ തന്നെ അവിടെ ഒരു ചുഴി അത് പതിയെ പതിയെ ക്രിയേറ്റ് ആവുകയാണ്. അത് കണ്ട നമ്മുടെ ആൾക്കാർ അവർ നല്ല ഫോഴ്സൊക്കെ കൊടുത്ത് ഒരുമിച്ച് കൈ കോർത്ത് പിടിക്കും. പക്ഷെ കണ്ണാടി പയ്യൻ മാത്രം ദൂരേക്ക് തെറിച്ചു പോകും. റഹീബയ്ക്കാണെങ്കിൽ അവനെ കൈവിടാനാവില്ല. അവൾ അവന്റെ പിന്നാലെ വന്ന് അവനെ ഹോൾഡ് ചെയ്യും. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ആൾക്കാർ മോസ്റ്റ് ആ ചുഴിയുടെ തൊട്ടടുത്തെത്തിക്കഴിഞ്ഞു. കണ്ണാടി പയ്യനും ഒർഹിബയും അവരവരുടെ ഫോഴ്സൊക്കെ ഉപയോഗിച്ച് ചിക്കോഡൻ ടീമിന്റെ കൈ പിടിക്കാനായിട്ട് അങ്ങനെ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ 2 ടീമും കൈ കോർക്കാനായിട്ട് അടുത്തടുത്ത് വരുമ്പോഴേക്കും ആ ചുഴിയിൽ പെട്ട് അവർ 4 ഭാഗത്തേക്ക് തെറിച്ച് വീഴുകയാണ്. അതേസമയം ഈ കാഴ്ചകളൊക്കെ കണ്ടിരുന്ന ആ 11th ഡിവിഷൻ കമാൻഡർ ആളാണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവരുടെ കഥ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു കാണും? അവരെല്ലാവരും സേഫ് ആയിട്ട് താഴെ എത്തിയിട്ടുണ്ടാവുമോ? അതോ ആ സോൾ സൊസൈറ്റി ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ആൾക്കാരെല്ലാവരും മണ്ണോട് മണ്ണ് ചേർന്നിട്ടുണ്ടാവുമോ? തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ കൂട്ടുകാർ അടുത്ത എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യണം. അപ്പം അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.